ഗലാത്യ 1:16-17 വാക്യം. ദൈവത്തിൻ്റെ വിലയേറ്റ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കാൻ അധികം പേരും ധൈര്യപ്പെടാറില്ല. ശുശ്രൂഷ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളും ഭവിഷ്യത്തുകളും പ്രയാസങ്ങളും ഓർത്തിട്ട് ആരും ധൈര്യം കാണിക്കാറില്ല. ഇവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, ആരുടെ ഉപദേശം തേടിയില്ല, ജെറുസലേമിലേക്ക് പോയതുമില്ല, ആരോടും അഭിപ്രായം ചോദിക്കാൻ പോയതുമില്ല, അറേബ്യയിലേക്ക് പോവുകയായിരുന്നു. കർത്താവ് നിന്നെ വിളിച്ചപ്പോൾ, നിന്നെ ഇപ്പോൾ വിളിക്കുന്നു. ആ വിളി കേട്ട് നിന്നെ സമർപ്പിച്ച് ഇറങ്ങുക. ആരുടെ അഭിപ്രായം ചോദിക്കാതെ വിജാതീയരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങുക. പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:16-17 വാക്യം. ദൈവത്തിൻ്റെ വിധികേട്ട് സുവിശേഷ പ്രസംഗത്തിന് അധികം ആരും ഇറങ്ങിത്തിരിക്കാറില്ല. സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓർത്തിട്ടാണ്. വിജാതീയരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരോട് ആലോചിച്ചിട്ടാണ് പലരും ഇറങ്ങുന്നത്. എന്നാൽ പൗലോസ് പറയുന്നു, ആരുടെ ഉപദേശം തേടിയില്ല, ജെറുസലേമിലേക്ക് പോയതുമില്ല, അറേബ്യയിലേക്ക് പോവുകയായിരുന്നു. കർത്താവ് നിന്നെ വിളിച്ചപ്പോൾ, ഇപ്പോൾ നിന്നെ വിളിക്കുമ്പോൾ ആ വിളി കേട്ട് നിന്നെ സമർപ്പിച്ച് ഇറങ്ങുക. ദൈവം പലരെയും വിളിച്ചിട്ടുണ്ട്, എന്നാൽ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ദൈവ വിളി കേട്ട് വിജാതീയരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങുക.